പിന്നാലെ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അനിമോള് പറയുന്നത് നിന്ന് സൗണ്ട് വെക്കാതെ വൈകിയെങ്കിൽ ഇറങ്ങി പോടാ എന്ന് പറയുന്നത്. നിവിൻ കിടന്ന് പട്ടി സൗണ്ട് വെക്കില്ല. പട്ടി മോങ്ങുന്ന കണക്ക് കിടന്ന് സൗണ്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അനിമോള് പറഞ്ഞ് ഇറങ്ങി പോടാ പറ്റത്തില്ലെങ്കിൽ, നീ പൊടി നിനക്ക് വിട്ടുകൂടെ എന്നൊക്കെ പറഞ്ഞ് നിവിൻ അനിമോളുടെ നേരെ തിരിയുന്നു. അക്ബർ പറയുന്നു തടി ഉറയ്ക്കണം എന്ന് എത്ര വട്ടം വിചാരിച്ച, അയ്യോ ഇപ്പം നോക്ക് വയ്യ എന്ന് പറയുന്നത്. എന്നിട്ട് ചോദിക്കുന്നു സൗമനെ ഓക്കെ അല്ലേ? സൗമൻ പറയുന്നു ഓക്കെയാണ്, പക്ഷേ ആ ചപ്പാത്തി കുഴയ്ക്കേണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് എല്ലാവരുടെ ഭയങ്കര ചിരി. ഉള്ള ആരോഗ്യം മൊത്തം ചപ്പാത്തി കുഴയ്ക്കുന്നതിനകത്തങ്ങ് എടുത്ത്. അപ്പോഴത്തേക്കും നിവിൻ വീണ്ടും കിടന്ന് ബോളിടാനായിട്ട് തുടങ്ങി. എല്ലാവരും സൗമൻ്റെ സംസാരം കേട്ട് ഭയങ്കര ചിരി. അനിമോളൊക്കെ ഭയങ്കരമായിട്ട് ചിരിക്കുകയാണ് സൗമൻ ചപ്പാത്തി കുഴയ്ക്കേണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ. കുറച്ച് കഴിയുമ്പോൾ നിവിൻ പറഞ്ഞു അയ്യോ ഞാനിപ്പോൾ വീഴുവേ, അയ്യോ ഞാൻ വീഴാറായേ എന്നൊക്കെ പറയുന്നു. അപ്പോൾ അക്ബർ പറഞ്ഞു ചാടിക്കോ എന്ന് പറയുന്നു. അന്നേരം നിവിൻ പറഞ്ഞു ഇല്ല എന്ന് പറയും. പിന്നെ അനിമോള് നിവിനെ നോക്കി നിൽക്കുകയാണ്, ഇവൻ ചാടുമോ എന്ന് എല്ലാവരും വിചാരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നിവിൻ കൈ വിട്ടെടുത്ത് ചാടി. നിവിൻ കൈ വിട്ടെടുത്ത് ചാടിയത് അനിമോൾക്ക് ചിരി സഹിക്കാനേ പറ്റുന്നില്ല. എന്നിട്ട് അനീഷ് വരെ ചിരിച്ച്. അനീഷ് ഒന്നും മിണ്ടാതെ അത്രയും നേരം നിൽക്കുമായിരുന്നു. അനീഷ് വരെ ചിരിക്കുന്നുണ്ടായിരുന്നു നിവിൻ ചാടിയത്. അപ്പം അനീഷ് ചിരിക്കുന്നതിനോട് നിവിൻ പറയാണ് അനീഷേട്ടാ ലാസ്റ്റ് വരെ നിൽക്കണം നിങ്ങളെന്ന് അനീഷിനോട് പറയാണ്. എന്നിട്ട് നിവിൻ അവിടെ കിടന്നുണ്ടോ അനിമോളോട് പറയുന്നു അനിമോള് നേരെ നിന്ന് എല്ലാവരും നേരെ നിൽക്കുന്നു, നീ മാത്രം എന്ത് ഇങ്ങനെ വളഞ്ഞിരിക്കുന്നത്, നിനക്കൊരു ന്യായം ഞങ്ങൾക്കൊരു ന്യായം, നീ നേരെ നിൽക്കുക, എല്ലാവരും നേരെയാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു. അനിമോള് ഒന്നും മിണ്ടുന്നില്ല. അപ്പം നൂറ് അടുത്ത് നിന്നോട് പറയുന്ന അനിമോളെ നേരെ നിൽക്കുമെന്ന് പറഞ്ഞു. അന്നേരം നിവിൻ പറയാം അവിടെ ആദ്യം മാത്രമേ ഉള്ളൂ നേരെ നിൽക്കുന്നത്, അപ്പോൾ ആര്യനൊക്കെ നേരെ നിന്നേ, ഇങ്ങനെ നിൽക്കാനാണെങ്കിൽ ഞങ്ങൾക്ക് നിന്നൂടെ എന്നൊക്കെ പറഞ്ഞാൽ നിവിൻ അവിടെ കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരാം. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.